അക്കൗണ്ട് പിൻവലിച്ചാൽ പണം നൽകാം, അതല്ലെങ്കിൽ കൊന്നുകളയും എന്നാണ് BJPയുടെ ഭീഷണി. ആർക്ക്? നമ്മുടെ ഈ അഭിജിത്ത് എന്ന് പറയുന്ന കോക്രോച്ച് പാർട്ടിയുടെ സ്ഥാപകനോട്. ആ ഒരു സ്ഥാപകനെ കൊന്നാൽ 1000 സ്ഥാപകർ ഇവിടെ നിലകൊള്ളും എന്നുള്ളതാണ് യഥാർത്ഥ സത്യം. കാരണം അത്രമാത്രം അത് ഒരു തീഗോളമായി പടർന്ന് പന്തലിച്ച് എന്നുള്ളതാണ്. കാരണം അതിനെ ഇനി ഒരിക്കലും തകർക്കാൻ BJPക്ക് സാധിക്കില്ല എന്നുള്ളതാണ്. ഇവിടെയൊക്കെ ഹിറ്റ് ഇഷ്ടം പോലെ ഉണ്ട്. ഹിറ്റ് കൊണ്ട് തകരുന്ന സ്ഥലം ഉള്ള പാർട്ടികളല്ലാതെ സാധാ പാർട്ടികളാണെങ്കിൽ ഒരു 10 ഹിറ്റെങ്കിലും വാങ്ങിക്കഴിഞ്ഞാൽ 10 വാങ്ങേണ്ടി വരും, എന്നാലേ കുറച്ച് പാർട്ടികളെങ്കിലും മാറുള്ളൂ. ഇത് ഒരു ഹിറ്റ് കൊണ്ടും അത് തകരാത്ത തരം ആർജവമുള്ള ആരോഗ്യമുള്ള തരം യുവാക്കളാണ് അതിലുള്ളത്. അതിനെ തകർക്കാൻ ഇന്ന് BJPക്ക് സാധിക്കില്ല. പണ്ട് BJPയുടെ ഭാഗം നിന്നത് മുഴുവനും യുവാക്കളായിരുന്നു. ആ യുവാക്കളിൽ നിന്നാണ് ഒരു ഭാഗം ആളുകൾ മുഴുവനും ഭൂരിഭാഗവും അത് മാറി ചിന്തിച്ചു തുടങ്ങിയത്. അവർക്ക് വർഗീയതക്കല്ല ആവശ്യം. BJP എടുത്തു കാണിക്കുന്നത് എല്ലാ സ്ഥലങ്ങളിലും വർഗീയതയാണെങ്കിൽ അവർ കാണിക്കുന്നതോ സ്ത്രീ ശാസ്ത്രീകരണം, അതുപോലെ 4 പ്രധാനപ്പെട്ട കാര്യങ്ങളാണ് അവർ ഉന്നയിക്കുന്നത് തന്നെ. അതെല്ലാം ഈ രാജ്യത്തിന് അനുയോജ്യമായതാണ്, ഈ രാജ്യത്തിന് വേണ്ടപ്പെട്ട കാര്യവുമാണ്. ഒന്നാമത്തേത് തന്നെ സ്ത്രീകൾക്ക് മന്ത്രിസഭയിലടക്കം 50% സംവരണം കൊണ്ടുവരണം എന്നുള്ളത്. രണ്ടാമത് പറയുന്നത് ഗോതിമീഡിയയിൽ എവിടുന്നാണ് അതിന്റെ ഇൻകം എന്ന് പരിശോധിക്കണം. ജസ്റ്റിസുമാരെ ഔദ്യോഗിക സ്ഥാനത്തേക്ക് അവർ വിരമിക്കുമ്പോൾ ഔദ്യോഗിക സ്ഥാനത്തേക്ക് ആക്കരുത്. ജനപ്രതിനിധി മറുകണ്ഠം ചാടിക്കഴിഞ്ഞാൽ അവർക്ക് 20 വർഷത്തേക്ക് മത്സരിക്കാനുള്ള സ്വാതന്ത്ര്യം ഇല്ലാണ്ട് കട്ട് ചെയ്യണം എന്നാണ് പറഞ്ഞത്. അതേപോലെ തൊഴിലില്ലായ്മക്ക് എതിരെ, അതുപോലെ ഈ തരം കളവിനെതിരെ ഇവിടെ എന്താണ് ഇവിടെ നടക്കുന്നത്? ഇവിടെ അദാനിക്കും അംബാനിക്കും സുഖസുന്ദരമായിട്ട് ജീവിക്കുക എന്നല്ലാതെ സാധാരണക്കാരിലേക്ക് വല്ലതും എത്തുന്നുണ്ടോ? പല ആവാസ് യോജനകളും ഉണ്ട്, പലതരം യോജനകളുണ്ട്. ആ യോജനകൾ എന്തെങ്കിലും സാധാരണക്കാരടുത്തേക്ക് എത്തുന്നുണ്ടോ? ഇല്ല എന്നാണ്. 1 രൂപ തൊട്ടിനാണ് ഏക്കർ കണക്കിന് 1000 ഏക്കർ അദാനിക്ക് എഴുതി കൊടുക്കുന്നത്, തീരെ എഴുതി കൊടുക്കുന്നത് എങ്കിൽ, അല്ലെങ്കിൽ പാട്ടത്തിന് കൊടുക്കുന്നതെങ്കിൽ. അതേപോലെ പല ഇടങ്ങളിലും അദാനിയെ നന്നാക്കാനും അംബാനിയെ നന്നാക്കാനും മെനക്കെട്ട് നടക്കുക എന്നല്ലാതെ വേറെ എന്ത് കാര്യമാണ് നമ്മളെ നരേന്ദ്രമോദിജി നമുക്ക് ചെയ്തു തരുന്നത്? ഒന്നുമില്ല എന്ന്. ഇതിനൊക്കെ തന്നെയാണ് എതിർക്കേണ്ടത്. പാർട്ടികളായാലും വേണ്ടില്ല, കൂറകളായാലും വേണ്ടില്ല, ഇനിയിപ്പം കുരങ്ങന്മാരായാലും വേണ്ടില്ല, മറ്റുള്ളവരായാലും വേണ്ടില്ല, ഏത് സ്വാതന്ത്ര്യങ്ങളാണെങ്കിലും അത് ഞങ്ങൾ അതിൻ്റെ കൂടെ അണിചേരും എന്നുള്ളതാണ്. അതിൽ ഒരു മാറ്റമില്ല. യഥാർത്ഥ ജനങ്ങൾ, മതേതരവാദികൾ അതിലേക്ക് അണിചേരും. കാരണം എനിക്കാണെങ്കിൽ ഇവിടെ അത്രമാത്രം പൊറുതിമുട്ടിയിട്ടുണ്ട് ഓരോ സ്റ്റേറ്റുകളിലും. നിങ്ങൾ ഭരിക്കുന്ന ഓരോ സ്റ്റേറ്റുകളിലും ജനങ്ങൾ അത്രമാത്രം പൊറുതിമുട്ടിയിട്ടുണ്ട്. അത് നിങ്ങൾ ഭൂരിപക്ഷം കൊണ്ടല്ല, പല പാത്രത്തിലേക്ക് മതേതര വോട്ടുകൾ പല പാത്രത്തിലേക്ക് ചെന്ന് വീഴുമ്പം അതിൽ നിങ്ങളെ വോട്ട് ഒരു ഭാഗത്തേക്ക് വന്ന് വീഴുമ്പം നിങ്ങൾക്ക് വിജയം കിട്ടുന്നതാണ്. ആദ്യമായിട്ട് നിങ്ങൾ തകർന്നടിയാൻ പോകുന്നത് UP ആണ്. കാരണം അവിടെ ഒരാൾ മാത്രം, ഈ പാർട്ടികൾ മാത്രമല്ല, അവിടെ തകർന്നടിയുന്നത് കാര്യമായിട്ട് കാരണക്കാരൻ അവിമുക്താനന്ദ സരസ്വതി എന്ന് പറയുന്ന ഒരു സ്വാമിയാണ്. അദ്ദേഹം വരെ ഈ ആളിന് നരേന്ദ്രമോദിക്കും BJPക്കും എതിരായിട്ടാണ് പ്രവർത്തിക്കുന്നത് ഇന്ന്. അത് മാത്രം മതി അവിടെ. പോരാത്തതിൻ്റെ കൂടെ പാർട്ടികളൊന്നും അറിയാൻ തുടങ്ങി. ആ പാർട്ടികൾ തന്നെ മതി അവർക്ക് ഏറ്റവും കൂടുതൽ പരാജയം മണക്കാൻ എന്നുള്ളതാണ്. ഏതായാലും ഈ പാർട്ടികളെ കൊല്ലാൻ നിങ്ങളെ കയ്യിലുള്ള ഹിറ്റ് മതിയാവില്ല എന്ന് മാത്രമാണ് എനിക്ക് പറയാനുള്ളത്. കാരണം ആ ഹിറ്റ് കൊണ്ട് ചാകുന്ന തരം പാർട്ടികളല്ലത്. ഇതല്പം വലിയ പാർട്ടികളാണ്. വലിയ പാർട്ടികൾ എന്ന് പറയുകയാണെങ്കിൽ 100, 90, 80 കിലോ വെയിറ്റ് വരുന്ന പാർട്ടികളാണിത്. ആ പാർട്ടികളെ കൊല്ലാൻ ഹിറ്റ് മതിയാവില്ല. ഹിറ്റ് കൊണ്ട് ചാവുന്നത് വെറും 10 ഗ്രാം 5 ഗ്രാം വരെ വെയിറ്റ് വരുന്ന പാർട്ടികളെ ചാവുള്ളൂ. ഇത്രമാത്രം കിലോഗ്രാം വരുന്ന പാർട്ടികൾ ചാവില്ല എന്നത് BJP മനസ്സിലാക്കണം എന്നാണ് എനിക്ക് പറയാനുള്ളത്. നിങ്ങൾ ചെയ്യേണ്ടത് ഇപ്പം ഒരാളെ കൊന്നുകളയും, അതല്ലെങ്കിൽ അവരെ മറ്റേതാക്കും കിറ്റതാക്കും എന്നല്ല. നിങ്ങൾ ചെയ്യേണ്ടത്, എന്നാൽ ഇത്രയൊക്കെ പറയുന്നുണ്ട്, ആ കാര്യങ്ങൾ നമ്മൾ വർഗീയതയിൽ നിന്ന് വിട്ടു നിൽക്കുക. ഞങ്ങൾക്ക് വർഗീയത ഇനി വേണ്ട, വർഗീയതല്ല നമുക്ക് ആവശ്യം. ഇവിടെ ജനങ്ങൾക്ക് ആവശ്യപ്പെട്ട കാര്യങ്ങളാണ് നമ്മൾ നിറവേറ്റേണ്ടത് എന്നല്ലേ നിങ്ങൾ ചിന്തിക്കേണ്ടത്. എന്നിട്ട് നിങ്ങൾക്ക് പിന്നെയും കൊല്ലാക്കൊല ചെയ്യുക എന്നുള്ളതാണ്. അതുകൊണ്ട് ഈ രാജ്യത്ത് നിന്ന് തന്നെ നിങ്ങളെ കെട്ടുകെട്ടിക്കും എന്നതിൽ യാതൊരു സംശയം ഇല്ല എന്ന് മാത്രമേ എനിക്ക് പറയാനുള്ളൂ.